ഇത്രയും വലിയ ആളുടെ ഒരു കാര്യം നമ്മുടെ കൺമുന്നിലുണ്ട്. ഈ സംഭവം നമ്മുടെ മുന്നിൽ ഇത് നടക്കുന്നുണ്ട്. ഒന്ന് ഗൂഗിൾ ചെയ്ത സാധനം കിട്ടും. എന്നിട്ടും ഇതുവരെ ഒരാൾ അതിനെക്കുറിച്ച് പറയുകയെ ഇതെന്താ സംഭവം എന്ന് അന്വേഷിക്കുക ഒന്നും ചെയ്തിട്ടില്ല. അവസാനം കുറെ കൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ കുറെ റീൽസിലെ ആൾക്കാരും ടിക്ടോക്കിലെ ആൾക്കാരും കൂടിയിട്ടാണ് ഈ ഒരു കാര്യം കണ്ടുപിടിച്ചത്. മൈക്കിൾ ജാക്സന്റെ കരിയറിനെ കുറിച്ച് അറിയാലോ. ഭയങ്കര ഒരുപാട് അലിഗേഷൻസും കുട്ടികളെ മൊലസ്റ്റ് ചെയ്തു എന്ന് വരെയുള്ള അലിഗേഷൻ ഉണ്ട് പുള്ളിക്കെതിരെ. അത്രയും ഫേമസ് ആയതുകൊണ്ട് പുള്ളി എന്ത് ചെയ്താലും കോൺട്രവേഴ്സി ആയിരുന്നു ഒരു കാലത്ത്. അങ്ങനെ ഈ ഒരു കാര്യം നടക്കുന്നത് 1993 ആ ഒരു സമയത്ത് മൈക്കിൾ ജാക്സൺ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൽബത്തിന്റെ വർക്കിലായിരുന്നു. അപ്പോൾ ആ ആൽബത്തിന് വേണ്ടിയിട്ട് പല പാട്ടുകളും ഇങ്ങനെ എഴുതി നോക്കുമല്ലോ. അതിൻ്റെ കൂടെ പുള്ളി തന്നെ എഴുതിയ ഒരു ലിറിക്സ് ഉണ്ട്. ആ പാട്ടിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോണ്ട് ക്രൈ പാലസ്തീൻ എന്നാണ് ആ പാട്ടിൻ്റെ പേര്. ഡോൺ ക്രൈ പാലസ്തീൻ. അങ്ങനെ ഒരു പാട്ട് പുള്ളി എഴുതേണ്ട ഒരു ആവശ്യം എന്താണ്? ഒന്ന് നോക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് നോക്കി ഈ സംഭവം ഉള്ള തന്നെയാണോ നോക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പോൾ വെറുതെ ഫേക്ക് ന്യൂസുകളുടെ സമയമാണല്ലോ. എന്ത് പറഞ്ഞാലും പാലസ്തീൻ പ്ലേ സ്റ്റേഷൻ എന്നൊക്കെ പറയലാണല്ലോ ഇപ്പോൾ ഒരു ഫാഷൻ. നോക്കാം എന്താ സംഭവം വെച്ചിട്ട്. സംഭവം സത്യമാണ് എന്ന് പറയാൻ കാരണം ചുമ്മാ ഇങ്ങനെ ഒരാൾ വന്നിട്ട് അയാൾ അന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അല്ല. 2009 അയാൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം മൈക്കിൾ ജാക്സന്റെ ഒരുപാട് ഐറ്റംസ് അദ്ദേഹത്തിന്റെ ആ ഒരു വീട്ടിലെ പല ഇയാളിൻ്റെ അൺറെക്കോർഡഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും ഇയാളുടെ ഒരുപാട് കളക്ഷൻസ് എല്ലാം ഓപ്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഹാൻഡ് റിട്ടൺ ഇയാൾ കൈകൊണ്ട് എഴുതിയ ഒരു ലിറിക്സിന്റെ ഷീറ്റ് ഉണ്ട്. അതിന്റെ പേര് ഡോൺ ക്രൈ പാലസ്തീൻ എന്നാണ്. ആ പാട്ടിന്റെ ആക്ച്വൽ സംഭവമാണ്, ഒന്നും ഉണ്ടാക്കി പറയുന്നതല്ല. അപ്പൊ കഥ ഇങ്ങനെയാണ്. ഡോൺ ക്രൈ പാലസ്തീൻ എഴുതി ഈ പാട്ട് ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ അന്നത്തെ റെക്കോർഡ് ലേബിള് എപ്പിക് റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള റെക്കോർഡ് ലേബിളാണ്. ആരുടെ അണ്ടറിലാണത്? സോണി, പാരന്റ് കമ്പനി ആയിട്ടുള്ള സോണിയുടെ അണ്ടറിലാണ് അത്. സോണിക്കാർ ഇത് സമ്മതിച്ചില്ല, ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അറിയാലോ, ഇസ്രായേലിലും ജ്യൂസിനും ഈ ഹോളിവുഡിലും ഈ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിലുള്ള അവരുടെ ഇൻഫ്ലുവൻസ് അറിയാലോ. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ കാനിയ വെസ്റ്റിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ട്, അതെടുത്ത് നോക്കിയാൽ മതി. അപ്പം അത് മാത്രമാണോ കാര്യം? അല്ല. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതേ വർഷം 1993 ഓഗസ്റ്റിലാണ് പുള്ളിക്കെതിരായിട്ടുള്ള ആദ്യത്തെ അലിഗേഷൻ വരുന്നത്. 13 വയസ്സുള്ള ജോർഡൻ ചാൻഡലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യനെ അദ്ദേഹം മൊളസ്റ്റ് ചെയ്തു എന്നായിരുന്നു കേസ്. ഈ ജോർഡൻ എന്ന് പറഞ്ഞ പയ്യൻ ഒരിക്കലും കോടതി മുന്നാകെ ടെസ്റ്റിഫൈ ചെയ്തിട്ടില്ല. ഗിൽറ്റി ആണെന്ന് മൈക്കിൾ ജാക്സണും എവിടെയും പറഞ്ഞിട്ടില്ല, കോടതിയിൽ വരെ പറഞ്ഞിട്ടില്ല. എന്നിട്ടും 1994 ഒരു വർഷത്തിന് ശേഷം 23 മില്യൺ കൊടുത്തിട്ട് ആ കേസ് കോംപ്രമൈസ് ആക്കി. ആര് എന്തിനു കോംപ്രമൈസ് ആക്കി? ഗിൽറ്റിയോ അല്ല, ടെസ്റ്റിഫൈയും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഈ ഡോട്ട്സ് കണക്ട് ചെയ്യാനുള്ള കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനുള്ള ആൻസറും കിട്ടും. അത്രേ ഉള്ളൂ.